ഹലോ എവ്രി വൺ, ഞാൻ ഡോക്ടർ ബ്ലസൻ ബെന്നി, ഫിസിയോതെറാപ്പിസ്റ്റ്. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഡോക്ടർ ബി ടോക്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റിനെ കുറിച്ചാണ്. അപ്പോൾ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് സർജറി ചെയ്യാനുള്ള കാരണം, സർജറിക്ക് എത്താനുള്ള കാരണം, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം, അതുപോലെ തന്നെ PT മാനേജ്മെൻറ്റ്, അതിൻ്റെ പ്രോട്ടോക്കോൾ. സോ ലെറ്റ്സ് റോൾ ഇൻ ടു വീഡിയോ. നമ്മളിത് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കണ്ടന്റ് എന്ന് പറയുന്നത് ഇൻട്രൊഡക്ഷൻ, എത്തിയോളജി, അനാട്ടമി ഓഫ് നീ ജോയിൻറ്റ്, ഇൻഡിക്കേഷൻ, ക്ലാസിഫിക്കേഷൻ, ടൈപ്സ്, പ്രീ ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ്, പോസ്റ്റ് ഓപ്പറേറ്റീവ് ഫിസിയോതെറാപ്പി മാനേജ്മെൻറ്റ്, ഗോള്, കോൺട്ര ഇൻഡിക്കേഷൻ മാനേജ്മെൻറ്റ്. നമുക്കെന്നാൽ ഓരോ ടോപ്പിക്കിനെ പറ്റി ഡീറ്റെയിൽഡ് നോക്കാം. ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് അഥവാ ടോട്ടൽ നീ ആർത്തോപ്ലാസ്റ്റി. ഈ രണ്ട് പേരും സെയിം തന്നെയാണ്, രണ്ട് ഉദ്ദേശം സെയിം സർജറി തന്നെയാണ്. ഇതിലെന്താണ് സംഭവിക്കുന്നത്? അതായത് നമുക്കറിയാം നീ ജോയിൻ്റ് ഉണ്ടായിട്ടുള്ളത് ഫീമറിൻ്റെ ഏറ്റവും ഡിസ്റ്റൽ ഏരിയ ആയിട്ടുള്ള ഫീമറൽ കോണ്ടയിലും അതുപോലെ തന്നെ പ്രോക്സിമൽ ഏരിയ ആയിട്ടുള്ള TBയും അതുപോലെ പെറ്റല്ലയുടെ ബാക്ക് ഏരിയയും, ഈ മൂന്ന് ഏരിയയും കൂടിയിട്ടാണ് നമ്മുടെ ഈ പറയുന്ന നീ ജോയിൻ്റ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഏരിയയിൽ എന്തെങ്കിലും ഡാമേജ് ഉണ്ടാവുകയും അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുന്നത് മൂലം നമുക്ക് മൂവ്മെൻറ്റ് ബുദ്ധിമുട്ടാവാം, നമുക്ക് സഹിക്കാൻ പറ്റാത്ത വേദന, നല്ല സ്റ്റിഫായിട്ട് നിൽക്കാൻ പറ്റാത്ത രീതിയിൽ വളരെ കട്ടിയായിട്ട് നിൽക്കാം. അങ്ങനെ എന്തെങ്കിലും സാഹചര്യം വരുമ്പോൾ സർജിക്കലി നമ്മൾ ഒന്നല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ട് അല്ലെങ്കിൽ മൊത്തമായിട്ട് മാറ്റുന്ന ഒരു പ്രൊസീജിയറാണ് ഈ പറഞ്ഞ ടോട്ടൽ നീ റീപ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം നമ്മൾ പറഞ്ഞ പോലെ പെയിൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ട് വരുമ്പോഴാണ്. അതുപോലെ തന്നെ ഈ എൻഡ് റേഞ്ച് OA, അതായത് ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലത്തെ കണ്ടീഷൻ വരുന്ന സിറ്റുവേഷനും, അല്ലെങ്കിൽ ജോയിൻ്റ് എന്തെങ്കിലും ഡീഫോമിറ്റി വരാം, അല്ലെങ്കിൽ നമ്മൾ ഫങ്ഷണൽ ലെബിലിറ്റിക്ക് എന്തെങ്കിലും പ്രശ്നം വരാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഈ പറഞ്ഞ സർജറി എന്ന തീരുമാനത്തേക്ക് നമ്മൾ എത്തുന്നത്. അടുത്തത് എത്തിയോളജി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു മെയിനായിട്ട് ഈ സർജറി ചെയ്യാനുള്ള കാരണം എന്ന് പറയുന്നത് OA. മെയിനായിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ OA, അതായത് ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലെങ്കിൽ സഹിക്കാൻ പറ്റാത്ത വേദന. ഈ OA ഒക്കെ ആകുമ്പോൾ മെയിനായിട്ട് വേദന ഉണ്ടാവുക ഈ മുട്ടിൻ്റെ അവിടെ, അതും കാലത്ത് എഴുന്നേൽക്കുമ്പോഴാണ് മെയിനായിട്ട് വേദന ഉണ്ടാവുക. അതുപോലെ കാല് നല്ല സ്റ്റിഫായിട്ട് നിൽക്കാം. ഇങ്ങനത്തെ സിറ്റുവേഷനൊക്കെയാണ് നമ്മൾ ഈ മെയിനായിട്ട് ഈ സർജറി എന്ന തീരുമാനത്തേക്ക് എത്തുന്നത്. അപ്പോൾ എന്താണ് ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ്? ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നീ ജോയിൻ്റിനുള്ളിൽ ഒരു ഷോക്ക് അബ്സോർബർ ഉണ്ട്. അപ്പോൾ അതിനെന്തെങ്കിലും ഡാമേജ് വരികയും അല്ലെങ്കിൽ അതിനെന്തെങ്കിലും പൊട്ടി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാവുന്നത് മൂലം നമ്മുടെ മൂവ്മെൻറ്റ് ഡിഫിക്കൽട്ട് ആവുന്ന കണ്ടീഷനാണ് ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറയുന്നത്. ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ജെൻഡർ എന്ന് വെച്ചാൽ ഫീമെയിൽസിനാണ് ഏറ്റവും കൂടുതൽ വരാം, അല്ലെങ്കിൽ ഈ വയസ്സായിട്ടുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്തെങ്കിലും നീ ഇഞ്ചുറി, അതായത് നമ്മുടെ മുട്ടിന് എന്തെങ്കിലും ഇഞ്ചുറി ഉണ്ടാകുന്ന രീതിയിൽ എന്തെങ്കിലും ആക്സിഡൻറ്റോ അങ്ങനെ അല്ലെങ്കിൽ ഫോൾ ആവുകയും അങ്ങനെ എന്തെങ്കിലുമുള്ള ഒരു ഇഞ്ചുറി ഉണ്ടാവുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് വരാനുള്ള കാരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ. അപ്പോൾ ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനുള്ള മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റാത്ത വേദന ഉണ്ടാവും മുട്ടിൻ്റെ ഏരിയയിൽ. അതും കാലത്ത് എഴുന്നേൽക്കുമ്പോഴായിരിക്കും നല്ല വേദന, അതുപോലെ കിടക്കണ നേരത്തേക്കായിരിക്കും നമുക്ക് മെയിനായിട്ട് നല്ല വേദന ഉണ്ടാവുക. അപ്പോൾ ഈ 60 വയസ്സിന് മേലെയുള്ള ആൾക്കാരാണ് സാധാരണ രീതിയിൽ ഈ TKR എന്നുള്ള സർജറി ചെയ്യാനുള്ള സാധ്യത. ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ വന്നത് മൂലം ഈ സർജറി എന്ന ഡിസിഷനിലേക്ക് എത്താൻ ഏറെക്കുറെ സാധ്യത കൂടുതലുള്ളത് വയസ്സായിട്ടുള്ള ആൾക്കാരാണ്, ഒരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കാർ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യങ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരെ ഈ പറഞ്ഞ സർജറി ചെയ്യുന്നുണ്ട്. കാരണം യങ് ആയിട്ടുള്ള ആൾക്കാർ സർജറി ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം അവരുടെ ജീവിതശൈലി, അതായത് വല്ലാണ്ട് ഒബേസ് ആവാം, നല്ല തടിയുള്ള ആൾക്കാരൊക്കെ ആകുമ്പോൾ നമ്മുടെ നീ ജോയിൻറ്റിന് നല്ല സ്ട്രെയിൻ വരും. അതുപോലെ സ്മോക്കിംഗ് പോലത്തെ എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്യുക, അല്ലെങ്കിൽ വിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഡെഡ് ലിഫ്റ്റ് പോലത്തെ വിഗറസ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് പോലത്തെ കാര്യങ്ങൾ ചെയ്യുന്നത് മൂലം ഈ യങ് ഏജിൽ തന്നെ നമ്മൾ ഈ OA വരാനുള്ള സാധ്യതയും അതിൽ സർജറി ചെയ്യാനുള്ള സാധ്യത ഒക്കെ വരുന്നുണ്ട്. അടുത്തത് അനാട്ടമി ഓഫ് നീ ജോയിൻറ്റ്. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ടുള്ള ജോയിൻ്റാണ് ഈ പറഞ്ഞ നീ ജോയിൻറ്റ്. നമ്മൾ പറഞ്ഞു ഈ നീ ജോയിൻറ്റ് എന്ന് വെച്ചാൽ ഹിഞ്ച് ജോയിൻ്റാണ്. ഹിഞ്ച് ജോയിൻ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോറ് പോലെ, അതായത് ഒരു സൈഡിലേക്ക് തുറക്കാം ഒരു സൈഡിലേക്ക് അടയ്ക്കാം മാത്രമുള്ളൂ. അതായത് ഈ ജോയിൻറ്റിനൊക്കെ ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ മൂവ്മെൻറ്റ് മാത്രമേ ഉള്ളൂ, വേറെ ഇൻറ്റേൺ റൊട്ടേഷൻ വേറെ ഒന്നുമില്ല, ഫ്ലക്ഷനും എക്സ്റ്റൻഷൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഈ നീ ജോയിൻ്റ് എന്ന ജോയിൻ്റ് ഉണ്ടാക്കിയിട്ടുള്ളത് നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ തൈ മസിലായ ഫീമറും അതുപോലെ അപ്പർ ഷിൻ മസിലായിട്ടുള്ള ഈ TBയും അതുപോലെ പെറ്റലും കൂടിയിട്ടാണ്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ഷോക്ക് അബ്സോർബർ പറഞ്ഞു, ഒരു കാർട്ടിലേജ് ഉണ്ട്.
ഒരു ലെയർ ഓഫ് കാർട്ടിലേജ് ഉണ്ട്. കാർട്ടിലേജ് ഒരു സി ഷേപ്പിൽ ഒരു മെനിസ്കസ് ഉണ്ട്. അതാണ് നമ്മുടെ ഷോക്ക് അബ്സോർബർ പോലെ ഇതിൽ ഈ നീ ജോയിൻറ്റ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപകാരം അല്ലെങ്കിൽ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ, ഇപ്പോൾ സ്ട്രെയിൻ കാലുമേക്ക് വരുമ്പോൾ അറിയാം നമ്മുടെ ഈ ജോയിൻറ്റ് പറഞ്ഞില്ല, ജോയിൻറ്റിൻ്റെ മുകളിലുള്ളത് ഫീമർ, അതുപോലെ താഴെയുള്ളത് ടിബിയ. ഈ രണ്ട് ജോയിൻറ്റും തമ്മിൽ കൂട്ടിമുട്ടുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും, പെയിൻ ഫീൽ ചെയ്യുക, ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഉണ്ടാവാണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു ബാരിയർ ആയിട്ട് ഒരു കുഷ്യൻ പോലെ വർക്ക് ചെയ്യണതാണ് ഈ പറഞ്ഞ ഷോക്ക് അബ്സോർബറിൻ്റെ പണി. അപ്പോൾ നമുക്ക് ഈ നല്ല ഷോക്ക് അബ്സോർബർ ഉണ്ടാകുമ്പോൾ നമുക്ക് മൂവ്മെൻറ്റ് വളരെ ബുദ്ധിമുട്ടായിരിക്കും, മൂവ്മെൻറ്റ് വളരെ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ഈ നീ ജോയിൻറ്റിനെ ഇതുപോലെ തന്നെ പിടിച്ചു നിർത്താൻ, കാരണം ഇത്ര സ്ട്രെയിൻ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ നമുക്ക് പിടിച്ചു നിർത്താൻ കുറച്ചുകൂടി സപ്പോർട്ട് വേണം. അതിന് സപ്പോർട്ടിനായിട്ട് കുറച്ച് ലിഗമെൻറ്റ്സും അവിടെ വരുന്നുണ്ട്. അത് നമ്മുടെ ആൻറ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് വരുന്നുണ്ട്, പോസ്റ്റീരിയർ ക്രൂഷ്യൽ ലിഗമെൻറ്റ് വരുന്നുണ്ട്, മീഡിയൽ കൊളാറ്ററൽ ലിഗമെൻറ്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ലാറ്ററൽ കൊളാറ്ററൽ ലിഗമെൻറ്റ് വരുന്നുണ്ട്. ഈ 4 ലിഗമെൻറ്റും കൂടി ഈ നീ ജോയിൻ്റ് അങ്ങനെ തന്നെ നിർത്താൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ നമ്മൾ പറഞ്ഞല്ലോ ഫ്ലക്ഷൻ എക്സ്റ്റൻഷനാണ് മെയിനായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറഞ്ഞിട്ട് ഈ നീ ജോയിൻറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ഫ്ലക്ഷൻ എക്സ്റ്റൻഷൻ ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന മസിൽസ് എന്ന് പറഞ്ഞാൽ ഒന്ന് ക്വാഡ്രിസെപ്സ് ഹാംസ്ട്രിങ്സ് ആണ്. പിന്നെ ഈ പറഞ്ഞ നീ ജോയിൻറ്റ് കവർ ചെയ്തിട്ട് ഒരു സൈനോവിയൽ മെമ്പറൈൻ ഉണ്ട്. ഈ സൈനോവിയൽ മെമ്പറൈനാണ് നമ്മുടെ ഈ കാർട്ടിലേജിനൊക്കെ ലൂബ്രിക്കേറ്റ് ചെയ്യാൻ സഹായിക്കുന്നത്. അതുപോലെ ഈ ലൂബ്രിക്കേറ്റ് ചെയ്യുന്നത് മൂലമാണ് ഈ നമ്മുടെ ഫ്രിക്ഷൻ കാര്യങ്ങളൊക്കെ കുറയുന്നത്. അടുത്തത് ഇൻഡിക്കേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഈ സർജറി ചെയ്യാനുള്ള കാരണം ആണ് നമ്മൾ ഇൻഡിക്കേഷൻ നോക്കുന്നത്. ഒന്നാമതായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓസ്റ്റിയോ ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ്, അല്ലെങ്കിൽ സിവിയർ ആയിട്ടുള്ള നീ പെയിൻ നമ്മൾ ഈ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്നത് മൂലം സിവിയർ ആയിട്ടുള്ള പെയിൻ വരാം. സിവിയർ ആയിട്ടുള്ള പെയിൻ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് വന്നിട്ടില്ലെങ്കിൽ കൂടി നമുക്ക് സിവിയർ ആയിട്ടുള്ള പെയിൻ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നീ സ്റ്റിഫായിട്ടിരിക്കാം, മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റാണ്ടിരിക്കുക. അതുപോലെ ഫങ്ഷണൽ ആയിട്ടുള്ള ഇമ്പയർമെൻറ്റ്, അതായത് ഫങ്ഷണൽ ആക്ടിവിറ്റീസ് കാര്യങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്, ഫങ്ഷണൽ ആക്ടിവിറ്റീസ് നമ്മൾ സ്റ്റെപ്പ് കയറാം, അങ്ങനത്തെ ഇമ്പയർമെൻറ്റ്, അതായത് നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതുപോലെ തന്നെ ഡിഫോമിറ്റി, നീക്ക് എന്തെങ്കിലും ഡിഫോമിറ്റി കാര്യങ്ങൾ വരാം. അല്ലെങ്കിൽ കൺസർവേറ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്, അതായത് നമുക്ക് മെഡിസിൻ കാര്യങ്ങൾ യൂസ് ചെയ്തിട്ട് നമുക്ക് പെയിൻ, ഇപ്പോൾ പറഞ്ഞല്ലോ പെയിനൊക്കെ ഉണ്ടെന്ന്, ആ പെയിനൊക്കെ കുറയ്ക്കാൻ വേണ്ടി നമുക്ക് കൺസർവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്, NSAIDs പോലത്തെ കൺസർവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഉണ്ട്. ആ കൺസർവേറ്റീവ് ആയിട്ടുള്ള മെത്തേഡ് ഫെയിലിയർ ആവുന്ന സിറ്റുവേഷനാണ് നമുക്ക് ലാസ്റ്റ് ഹോപ്പ് പോലെയാണ് നമ്മൾ സർജറി ചെയ്യുന്നത്. അതുപോലെ നമ്മുടെ ജോയിൻറ്റിന് എന്തെങ്കിലും ഡീജനറേഷൻ കാര്യങ്ങൾ എന്തെങ്കിലും സംഭവിക്കാം. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഈ സർജറി എന്നൊരു തീരുമാനത്തിൽ എത്താനുള്ള കാരണം. ഇനി അടുത്തത് ക്ലാസിഫിക്കേഷൻ നമ്മൾ നോക്കേണ്ടത്, ഒന്നാമത് എന്ത് തരം ഇംപ്ലാന്റ് ആണ് നമ്മൾ യൂസ് ചെയ്യണത്, അതുപോലെ തന്നെ എന്ത് അറ്റാച്ച്മെൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ ഇംപ്ലാന്റ് നമ്മുടെ ഹ്യൂമൻ ബോഡിയിലേക്ക്, നമ്മുടെ ശരീരത്തിൽ വെക്കുമ്പോൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് വെക്കുന്നത്, ഈ 2 കാര്യം നമ്മൾ ക്ലാസിഫിക്കേഷൻ നോക്കുന്നത്. ഇനി ഈ ഇംപ്ലാന്റ് എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 4 ടൈപ്പ് ഉണ്ട്. ഒന്നാമത് ഈ കൺസ്ട്രെയിൻഡ്, അല്ലെങ്കിൽ അൺകൺസ്ട്രെയിൻഡ്, അല്ലെങ്കിൽ യൂണികോണ്ടൈൽ പ്രോസസ്സസ്, അല്ലെങ്കിൽ ടോട്ടൽ കോണ്ടൈൽ പ്രോസസ്സസ്. ഈ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ആദ്യമേ പറഞ്ഞു, അതായത് നമ്മുടെ ഈ നീ ജോയിൻറ്റിന് എന്തെങ്കിലും ഇൻഫെക്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുള്ളത് മൂലം, എന്തെങ്കിലും ഡീജനറേഷൻ പോലെ ഉള്ളത് മൂലം നമ്മൾ നമ്മൾ ഇൻട്രൊഡക്ഷന് പറഞ്ഞിരുന്നു, ഈ ടിബിയയുടെ മോൾ ഭാഗം, അതായത് പ്രോക്സിമൽ ആയിട്ടുള്ള ഏരിയയോ, അല്ലെങ്കിൽ നമ്മുടെ പെറ്റല്ലയുടെ ബാക്ക് സൈഡ് ആയിട്ടുള്ള ഏരിയയോ, അല്ലെങ്കിൽ ഫീമറിൻ്റെ ഡിസ്റ്റൽ ആയിട്ടുള്ള ഏരിയ, ഡിസ്റ്റൽ കോണ്ടൈൽ നമ്മൾ റിമൂവ് ചെയ്യുക. അത് ഈ ഏതൊക്കെ ഭാഗങ്ങൾ നമ്മൾ റിമൂവ് ചെയ്യുന്നു, മൊത്തമായിട്ട് റിമൂവ് ചെയ്യുന്നുണ്ടോ അതോ ഏതെങ്കിലും ഒരു ഏരിയയാണ് റിമൂവ് ചെയ്യുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇംപ്ലാന്റ് യൂസ് ചെയ്യുക. ഇനി അറ്റാച്ച്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് ഇതിൽ ആഡ് ചെയ്യണത്, അതായത് ഈ നമ്മുടെ ഇംപ്ലാന്റ് വെച്ചു ഈ ബോണ് നമ്മുടെ ഈ നീ ജോയിൻറ്റ് നമ്മൾ സർജറി ചെയ്ത് നമ്മൾ കട്ട് ചെയ്ത് നമ്മൾ ഓപ്പൺ ആക്കിയിട്ട് അവിടുത്തെ കാര്യങ്ങളൊക്കെ, നമുക്ക് പ്രശ്നമുള്ള കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തതിന് ശേഷം ഇംപ്ലാന്റ് നമുക്ക് വെറുതെ വെച്ച് അവിടെ ഇരിക്കില്ലല്ലോ. അപ്പോൾ ഇംപ്ലാന്റ് ഏത് രീതിയിലാണ് വയ്ക്കുന്നത്, ഈ സിമെൻറ്റഡ് എന്ന് പറയുമ്പോൾ നമ്മൾ മെയിനായിട്ട് ഉണ്ടാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ പേഷ്യൻറ്റിൻ്റെ ബോൺ സിമെൻറ്റും അതുപോലെ തന്നെ ഇംപ്ലാന്റ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ബോണിൻ്റെ അവിടെ അറ്റാച്ച് ചെയ്ത് വയ്ക്കുന്നത്. എന്നാൽ ഈ അൺസിമെൻറ്റഡ് കേസിൽ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഈ ഇംപ്ലാന്റ് ജസ്റ്റ് പ്രസ് ചെയ്തിട്ട് അവിടെ ഫിറ്റ് ചെയ്ത് വയ്ക്കുള്ളൂ, വേറെ കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അപ്പോൾ ഈ സിമെൻറ്റഡ് അൺസിമെൻറ്റഡ് ചെയ്യാനുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് സിമെൻറ്റഡ് ആയിട്ടുള്ള ഉപകാരങ്ങൾ, അൺസിമെൻറ്റഡ് ആയിട്ടുള്ള പ്രത്യേകതയുണ്ട്. അതുകൊണ്ടാണല്ലോ 2 കാറ്റഗറി ആയിട്ട് നമ്മൾ എടുക്കുന്നത്. ഈ സിമെൻറ്റഡ് എന്ന് പറഞ്ഞാൽ, ഈ സിമെൻറ്റഡ് നമ്മൾ യൂസ് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് അത് ചീപ്പാണ്, വളരെ എക്സ്പെൻസ് കുറവെന്നുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വളരെ ബോണിൻ്റെ ക്വാളിറ്റി വളരെ കുറവുള്ള ആൾക്കാർക്കും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണ് ഈ സിമെൻറ്റഡ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് യൂസ് ചെയ്യുന്നത്.
അതുപോലെ തന്നെ നമ്മൾ മെയിനായിട്ട് ഇത് യൂസ് ചെയ്യുക യങ്ങർ ആയിട്ടുള്ള ഏജിലുള്ള ആൾക്കാർക്കാണ് മെയിനായിട്ട് യൂസ് ചെയ്യുക. എന്നാൽ ഈ അതുപോലെ തന്നെ അതിന് ഡ്രോബാക്ക് ഉണ്ട്. എന്നാൽ ഡ്രോബാക്ക് നമുക്ക് പറയാം. അതുപോലെ തന്നെ സിമെന്റഡ് യൂസ് ചെയ്യുന്നതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഈ റിക്കവറി ടൈം വളരെ ഫാസ്റ്റർ ആയിരിക്കും ഏത് ഈ അൺസിമെന്റഡിൽ. അതുപോലെ തന്നെ മെയിനായിട്ട് വയസ്സായിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ യൂസ് ചെയ്യുക. അതുപോലെ ബോൺ ഡെൻസിറ്റി വളരെ നല്ല ബോൺസ് ഡെൻസിറ്റി ഉള്ള ആൾക്കാർക്ക് നമുക്ക് അൺസിമെന്റഡ് യൂസ് ചെയ്യാം. പക്ഷേ ഈ അൺസിമെന്റഡ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ എക്സ്പെൻസീവ് ആണ്, നല്ല ചിലവുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇൻ കേസ് നമ്മൾ സർജറി ചെയ്യുമ്പോൾ ഫെയിലിയർ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ ചെയ്ത സർജറി നമുക്ക് റിക്കവർ ചെയ്തിട്ട് പിന്നെ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. അൺസിമെന്റഡ് ആകുമ്പോൾ നമുക്ക് വളരെ എളുപ്പമായിരിക്കും, പക്ഷേ ഈ സിമെന്റഡ് ആകുമ്പോൾ നമുക്കത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇതിന്റെ റിക്കവറി ടൈമും വളരെ സ്ലോ ആയിരിക്കും. അതൊക്കെയാണ് മെയിനായിട്ട് ഈ സിമെന്റഡും അൺസിമെന്റഡും തമ്മിലുള്ള വ്യത്യാസം. അടുത്തത് ടൈപ്സിൽ മെയിനായിട്ട് 2 ടൈപ്പാണ് വരുന്നത്. ഒന്ന് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ്, അതുപോലെ പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ്. ഒന്നാമത് ഈ ടോട്ടലായിട്ട് ആ 3 ഏരിയ നമ്മൾ റീപ്ലേസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ടോട്ടൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയും. അല്ലെങ്കിൽ പാർഷ്യൽ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഏരിയ ആണ് നമ്മൾ റിമൂവ് ചെയ്യുന്നത്, അതിനാണ് പാർഷ്യൽ നീ റീപ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഇനി എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ സർജറി ചെയ്യുന്നതിന് മുൻപ്, ഈ TKR സർജറി ചെയ്യുന്നതിന് മുൻപ് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സർജറി ചെയ്യുന്നതിന് മുൻപ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് വെച്ചാൽ, ഒന്നാമതായിട്ട് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ എക്സസൈസ് ചെയ്യുന്നുള്ള കാര്യം നമ്മൾ മുൻകൂട്ടി പേഷ്യൻറ്റ് പഠിപ്പിക്കണം. കാരണം ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ പേഷ്യൻറ്റ്, സർജറി അധികം നീളുന്ന ഒരു സർജറി അല്ല, 1-2 മണിക്കൂർ നിൽക്കുന്ന ഒരു സർജറിയാണ്, എങ്കിൽ കൂടി നല്ല വേദന ഉള്ളത് കൊണ്ട് പേഷ്യൻറ്റിന് മര്യാദയ്ക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. മര്യാദയ്ക്ക് പെർഫോം ചെയ്തിട്ടില്ലെങ്കിൽ നമുക്കറിയാം, മര്യാദയ്ക്ക് സർജറി ചെയ്തിട്ട് മര്യാദയ്ക്ക് എക്സസൈസ് കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ അതിനനുസരിച്ച് കോംപ്ലിക്കേഷൻ കാര്യങ്ങൾ വരും. അപ്പോൾ ഈ കോംപ്ലിക്കേഷൻ കാര്യങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സർജറിക്ക് മുൻപേ തന്നെ പേഷ്യൻസിന് എക്സസൈസ് കാര്യങ്ങളൊക്കെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, എന്താണ് ഈ സംഭവം, സർജറി എന്താ നടക്കുന്നത്, ഇവിടെ എങ്ങനെയാണ് നമുക്ക് പെയിൻ റെഡ്യൂസ് ചെയ്യാനുള്ള കാര്യങ്ങൾ, പെയിൻ്റെ സയൻസ് എന്താണ്, അതുപോലെ എന്തൊക്കെ എക്സസൈസ് ചെയ്യണം, അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പേഷ്യൻറ്റിനെ പഠിപ്പിക്കും. അപ്പോൾ നമ്മൾ ഒന്നാമതായിട്ട് ചെയ്യുന്നത് എക്സസൈസ് കാര്യങ്ങൾ, സർജറി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തൊക്കെ എക്സസൈസ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യമായിട്ട് പഠിപ്പിക്കും. അതുപോലെ ലോവർ ലിംബ് ഫങ്ഷണൽ എക്സസൈസ് കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കും. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഈ ലോവർ എക്സ്ട്രിമിറ്റി, അതായത് നമ്മുടെ ഈ കാല്, ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡാണ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ബൈലാറ്റർ ആണെങ്കിലും യൂണിലാറ്റർ ആണെങ്കിലും, അതായത് ഒരു മുട്ടാണ് ചെയ്യണം 2 മുട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ സ്ട്രെങ്തനിങ്, അതായത് ഫങ്ഷണൽ ആയിട്ടുള്ള എബിലിറ്റി കൂട്ടാനുള്ള എക്സസൈസ് കാര്യങ്ങളൊക്കെ പഠിപ്പിക്കും. ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മൾ പറഞ്ഞതുപോലെ നമുക്ക് ഔട്ട്കം മെഷർ, അതായത് സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഔട്ട്കം മെഷറും അതുപോലെ തന്നെ റേഞ്ചും നമുക്ക് വളരെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പെയിൻ നല്ല പോലെ കുറയ്ക്കാനും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൽ സ്റ്റേ കുറയ്ക്കാനും സഹായിക്കും. ഈ പ്രീ ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് വഴി നമുക്ക് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് സഹായിക്കും. ഇനി പോസ്റ്റ് ഓപ്പറേറ്റീവ് മാനേജ്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ പറഞ്ഞു, നമ്മുടെ സർജറി അധികം നേരം നീണ്ടു നിൽക്കില്ല, മാക്സിമം 1 to 2 hour ഒക്കെയാണ് സാധാരണ നിൽക്കാം. നമ്മൾ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 24 hours തന്നെ നമ്മുടെ റീഹാബിലിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് സിറ്റാസിയുള്ള തന്നെ റീഹാബിലിറ്റേഷൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ 24 hours റീഹാബിലിറ്റേഷൻ കാര്യങ്ങൾ തുടങ്ങും. ഈ റീഹാബിലിറ്റേഷൻ നമ്മൾ പറഞ്ഞതുപോലെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് ഒന്നാമത്തെ റേഞ്ച് ഓഫ് മോഷൻ എക്സസൈസ്, അതുപോലെ സ്ട്രെങ്തനിങ് എക്സസൈസ്, പിന്നെ പെയിൻ കുറയ്ക്കാനായിട്ട് ക്രയോതെറാപ്പി, അതുപോലെ നമ്മൾ ഗേറ്റ് ട്രെയിനിങ്ങും അതുപോലെ കൊടുക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് മൂലം നമുക്ക് ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ വേഗത്തിൽ ചെയ്യാനും പറ്റും. അതുപോലെ പോസ്റ്റ് ഓപ്പറേറ്റീവ്, അതായത് നമ്മുടെ ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഫിസിയോതെറാപ്പി കാര്യങ്ങളായിരിക്കും, അതിൻ്റെ ഫോളോ അപ്പ് കാര്യങ്ങൾ ചെയ്യാം. പിന്നെ പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എങ്ങനെയാണ് റീഹാബിലിറ്റേഷൻ ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ള കാര്യം ഓൾറെഡി ഒരു പ്ലാൻ ചെയ്യും. അതിനുശേഷമാണ് ഒരു ഡിസ്ചാർജ് ചെയ്യാം. അപ്പോൾ അടുത്തത് അസസ്മെന്റ് നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് സബ്ജക്റ്റീവ് അസസ്മെന്റ് തന്നെ ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ഡെമോഗ്രാഫിക്കൽ ജസ്റ്റ് നെയിം, ജെൻഡർ ഏതാണ് നമ്മൾ മെയിനായിട്ട് പറഞ്ഞു, ഫീമെയിലിനാണ് വരാനുള്ള സാധ്യത, അല്ലെങ്കിൽ എൽഡർലി ആയിട്ടുള്ള പീപ്പിളിനാണ് വരാൻ സാധ്യത. അപ്പോൾ നമുക്ക് ജെൻഡർ നോക്കുമ്പോൾ അതായിരിക്കും ഏജിൽ മെയിനായിട്ട് 50+ ആയിരിക്കാണ് സാധ്യത കൂടുതൽ. അതായത് മെജോറിറ്റി ആൾക്കാരും എൽഡർലി ആയിട്ടുള്ള ആൾക്കാർക്കാണ് നമ്മൾ ചെയ്യാൻ സാധ്യത കൂടുതൽ അതിനായിട്ട് ഉണ്ടാവുക. പിന്നെ IPR OP നമ്പർ, ഡേറ്റ് ഓഫ് അസസ്മെന്റ്, ഡേറ്റ് ഓഫ് അഡ്മിഷൻ, അത് കാര്യം നമ്മൾ സാധാരണ പോലെ ചെയ്യും. പിന്നെ ഒക്യുപ്പേഷൻ കാരണം നമ്മൾ ജസ്റ്റ് നോക്കണം, അതായത് പ്രൊലോങ് സ്റ്റാൻഡിങ് കൊടുത്ത ജോലിയാണോ, എങ്ങനെയാണ് ജോലിയുടെ നേച്ചർ ജസ്റ്റ് നോക്കാം, അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫോക്കസ് ചെയ്യണം. പിന്നെ അഡ്രസ്സ്, ഡോമിനൻസ്. പിന്നെ അടുത്തത് ചീഫ് കംപ്ലൈൻറ്റ് നമ്മൾ കറക്റ്റായിട്ട് കാര്യങ്ങൾ ചോദിക്കുക, എന്താണ് സംഭവം ഉണ്ടായത്, എങ്ങനെയാണ് ഇപ്പോൾ ഇത് വരാനുള്ള കാരണം എന്താണെന്ന് നമ്മൾ പറഞ്ഞതുപോലെ, നമ്മൾ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ പേഷ്യൻറ്റിനോട് നരേറ്റ് ചെയ്യാൻ പറയാം, എന്താണ് സംഭവം ഉണ്ടായത്, കാര്യങ്ങളൊക്കെ ചോദിക്കാം. കാരണം ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് പോലത്തെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പേഷ്യൻറ്റ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പോൾ ചീഫ് കംപ്ലൈൻറ്റ് കാര്യമായിട്ട് ചോദിക്കാം. പിന്നെ ഹിസ്റ്ററിയിൽ നമ്മൾ പ്രസൻറ്റ് മെഡിക്കൽ ഹിസ്റ്ററി അല്ലെങ്കിൽ ഹിസ്റ്ററി ഓഫ് പ്രസൻറ്റ് ഇൽനസ് നമ്മൾ ജസ്റ്റ് ചോദിക്കുക, എന്താണ് കാര്യങ്ങൾ എന്നൊക്കെ ചോദിക്കുക, OIൻ്റെ ഒക്കെ പ്രസൻസ് ഉണ്ടോ, അതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് പ്രസന്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ നമ്മൾ നോക്കേണ്ടത്. ഈ പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററിയിൽ നമ്മൾ മെയിനായിട്ട് ഇവിടെ നോക്കേണ്ടത്
എന്തെങ്കിലും ട്രോമ ഉണ്ടായിട്ടുണ്ടോ, എന്തെങ്കിലും ആക്സിഡൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോൾ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ഇവിടെ നോക്കേണ്ടത്. പിന്നെ പേഴ്സണൽ ഹിസ്റ്ററി നമ്മൾ നോക്കേണ്ടതാണ് സ്മോക്കിംഗ്, ടൊബാക്കോ, അതുപോലെ ബൗൾ ആൻഡ് ബ്ലാഡർ ഒക്കെ ഓക്കെ അല്ലേ, ആപ്പിറ്റൈറ്റ് ഒക്കെ ഓക്കെ അല്ലേ, കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. കാരണം ഈ സ്മോക്കിംഗ് ടൊബാക്കോ യൂസേജ് വരുന്നത് മൂലം നമ്മൾ പറഞ്ഞു ഈ TCAR എന്ന സർജറിക്ക് നമുക്ക് എത്തിപ്പെടേണ്ടി വരും. കാരണം നമ്മുടെ OA ഒക്കെ വരാനുള്ള സാധ്യത കൂടുതലാണ് ഈ സ്മോക്കിംഗ് ടൊബാക്കോ യൂസേജ് ഒക്കെ വരുമ്പോൾ. അടുത്ത സർജറി എന്തെങ്കിലും ഇതിന് മുൻപ് എന്തെങ്കിലും സർജറി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ, അത് ജസ്റ്റ് റെലവെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും സർജറി കാര്യങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്യാം. അതുപോലെ ഫാമിലി ഹിസ്റ്ററിയിൽ എന്തെങ്കിലും റെലവെൻ്റ് ആയിട്ടുള്ള പോയിന്റ് ഉണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം. പിന്നെ സോഷ്യോ എക്കണോമിക് സ്റ്റാറ്റസിൽ ഹിസ്റ്ററിയിൽ അധികം നമ്മുടെ ഈ TCAR ബന്ധപ്പെടാൻ അധികം കാര്യങ്ങളില്ലെങ്കിലും ജസ്റ്റ് റെലവെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു ജസ്റ്റ് മെൻഷൻ ചെയ്യുക. പിന്നെ എൻവയോൺമെൻറ്റ് ഹിസ്റ്ററി ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ജസ്റ്റ് നമ്മൾ നോക്കുക പേഷ്യൻ്റെ സ്റ്റെയർ ക്ലൈമ്പിങ് കുറേ ദിവസം സാധാരണ ജീവിതത്തിൽ സ്റ്റെയർ ക്ലൈമ്പിങ് ആവശ്യത്തിന് വരുന്നുണ്ടോ, ടോയ്ലറ്റിംഗ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത്, വാക്കിംഗ് സർഫസ് എങ്ങനെയാണ്, നമ്മൾ സാധാരണ നടക്കുന്ന രീതി എങ്ങനെയാണ്, റഫ് ആയിട്ടുള്ളതാണോ വളരെ സ്മൂത്ത് ആയിട്ടുള്ളതാണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. ഇൻക്ലൈൻഡ് ആണോ ഡിക്ലൈൻഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ കിച്ചൺ കാര്യങ്ങൾ നമ്മൾ നോക്കാം. കിച്ചണൊക്കെ മോഡേൺ ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. മോഡേണൊക്കെ ആകുമ്പോൾ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പണി കുറച്ച് കുറഞ്ഞു കിട്ടും. അതായത് നമ്മൾ കിച്ചണിൽ നിന്നിട്ട് ജോലി ചെയ്യേണ്ട സമയം വളരെ കുറവായിരിക്കും. വളരെ മോഡേൺ ആയിട്ടുള്ള കിച്ചണൊക്കെ ആകുമ്പോൾ വളരെ ട്രഡീഷണൽ ആയിട്ടുള്ളതൊക്കെ ആകുമ്പോൾ നമ്മൾ കുറേ നേരം നമ്മൾ ചെയ്യേണ്ടി വരും, പ്രൊലോങ് സ്റ്റാൻഡിങ് ഒക്കെ വരും. അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ എൻവയോൺമെൻറ്റിൽ നോക്കുന്നത്. അടുത്ത് ഒക്യുപേഷൻ ഹിസ്റ്ററിയിൽ നമ്മൾ ജസ്റ്റ് നോക്കാൻ ജോലി ചെയ്യുന്ന നേച്ചർ എങ്ങനെയാണ്, കുറേ നേരം നിൽക്കണതാണോ ഇരിക്കണതാണോ, ഇങ്ങനത്തെ ജോലി കാര്യങ്ങൾ നോക്കാം. പിന്നെ മെഡിക്കൽ ഹിസ്റ്ററിയിൽ നമുക്ക് പേഷ്യൻ്റ് ഡയബറ്റിക്, ഷുഗർ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഹിസ്റ്ററിയിൽ നോക്കേണ്ടത്. അടുത്തത് ഓൺ ഒബ്സർവേഷനിൽ പേഷ്യൻ്റെ ബിൽട്ട് എങ്ങനെയാണ്, അതായത് മെസോഫോർമിക് ആണോ, എൻഡോമോർഫിക് ആണോ, എക്ടോമോർഫിക് ആണോ, അത് നമുക്കറിയാം. നമ്മുടെ ഈ BMI, അതായത് നമ്മുടെ ബോഡി മാസ് ഇൻഡെക്സ് വഴിയാണ് നമ്മളത് ജസ്റ്റ് ഒന്ന് മെഷർ ചെയ്യുക. അതായത് പേഷ്യൻ്റ് വളരെ ഫിറ്റാണോ, പേഷ്യൻ്റ് വളരെ ഫിറ്റ് ആയിട്ടുള്ളതാണോ, അതോ വളരെ ലീൻ ആയിട്ടാണോ, അത് വളരെ ഒബേസ് ആണോ, അത് ഓവർ വെയിറ്റ് അല്ലെങ്കിൽ ഒബേസ് ആയിട്ടുള്ള പേഷ്യൻ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. പിന്നെ സ്വെല്ലിങ് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ ആ സർജറി ചെയ്ത ഏരിയയിൽ എന്തായാലും സ്വെല്ലിങ് വരും. വളരെ കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ സ്വെല്ലിങ് അവിടെ ജസ്റ്റ് നോക്കുക, എത്ര കാര്യങ്ങൾ മെൻഷൻ ചെയ്യാം. പിന്നെ സ്കാർ എന്തായാലും നമ്മൾ ഈ സർജറി ചെയ്തത് കൊണ്ട് എന്തായാലും സ്കാർ അവിടെ ഉണ്ടാവും. അപ്പോൾ സ്കാർ കാര്യങ്ങൾ ജസ്റ്റ് മെൻഷൻ ചെയ്യുക. പിന്നെ എയ്ഡ്സ് ആൻഡ് അപ്ലയൻസ് എന്തായാലും ഉണ്ടാവും. കാരണം പേഷ്യൻറ്റിന് നമുക്ക് മൊബിലൈസ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ എന്തായാലും കത്തീറ്റർ യൂസ് ചെയ്യും. അതുപോലെ ഈ സർജറി ചെയ്ത ഭാഗത്ത് എക്സസ് ആയിട്ട് ബ്ലഡ് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് ഡ്രെയിനേജ് എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും അതെന്തായാലും അവിടെ മെൻഷൻ ചെയ്യാനുണ്ടാവും. പിന്നെ ഗേറ്റിൻ്റെ പാറ്റേൺ എന്തായാലും വ്യത്യാസം വന്നിട്ടുണ്ടാവും. ഒന്നല്ലെങ്കിൽ എൻഡാൾജിക്ക് അല്ലെങ്കിൽ വാഡ്ലിംഗ് ഗേറ്റ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉണ്ടാവാം. ഇത് നമുക്ക് പെയിൻ വരാൻ അല്ലെങ്കിൽ വീക്ക്നെസ് വരുന്നത് മൂലമാണ് ഈ ഗേറ്റിനുള്ള ഡിഫോമിറ്റി വരുന്നത്. പിന്നെ കളർ ആൻഡ് ടെക്സ്ചർ ഓഫ് സ്കിൻ, അത് നമ്മൾ നോക്കുമ്പോൾ സ്കിന്ന് വളരെ നല്ല ചൂടുണ്ടാവും. നമ്മൾ ഈ സർജറി ചെയ്ത ഏരിയയിൽ നല്ല ചൂട്, നമ്മുടെ ബാക്കി ഏരിയ വെച്ചിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് നീ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ചെറിയൊരു ടെമ്പറേച്ചർ വേരിയേഷൻ ഉണ്ടാവും, ചെറിയ ടെമ്പറേച്ചർ കൂടുതലുണ്ടാവും. പിന്നെ ജോയിൻ്റ് എഫ്യൂഷൻ അത്ര സാധാരണ രീതിയിൽ ഉണ്ടാവില്ല. പിന്നെ ട്രോപ്പിക്കൽ ചേഞ്ചസ്, നെയിൽ, ഹെയർ, സ്കിൻ എന്തെങ്കിലും കാര്യങ്ങൾക്ക് വ്യത്യാസം ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നോക്കേണ്ടത്. പിന്നെ ഡിഫോമിറ്റി സാധാരണ രീതിയിൽ വരില്ല. കാരണം നമ്മൾ ആ ഡിഫോമിറ്റി എന്തെങ്കിലും കാരണം ഉള്ളത് കൊണ്ടാണ് നമ്മൾ സർജറി ചെയ്യണമല്ലോ. സോ അത് ചെയ്തതിന് ശേഷം ഡിഫോമിറ്റി കാര്യങ്ങൾ വരാൻ സാധ്യത റെലവെൻ്റ് അല്ല, എങ്കിലും ഇൻ കേസ് ഉണ്ടെന്ന് വെച്ച് ജസ്റ്റ് മെൻഷൻ ചെയ്യാം. പിന്നെ മോഡ് ഓഫ് ആംബുലേഷൻ എന്തായാലും വോക്കർ, സ്റ്റിക്ക് സാധ്യത വളരെ കുറവാണ്, എങ്കിലും മെയിനായിട്ട് വോക്കർ തന്നെയായിരിക്കും നമ്മൾ യൂസ് ചെയ്യുക മോഡ് ഓഫ് ആംബുലേഷനിൽ. പിന്നെ മസിൽ വേസ്റ്റിങ് വരാനുള്ള സാധ്യത ഉണ്ട്. കാരണം നമ്മൾ സർജറി ചെയ്ത് കഴിയുമ്പോൾ മസിൽ വീക്ക് ആവും. അത് നമ്മൾ പ്രോപ്പറായിട്ട് ചെയ്തില്ലെങ്കിൽ മസിൽ വേസ്റ്റിംഗ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ മസിൽ വേസ്റ്റിംഗ് വരില്ല. ഇൻ കേസ് ഉണ്ടെന്ന് വെച്ചാൽ മെൻഷൻ ചെയ്യാം. ഇനി ഓൺ പാൽപേഷനിൽ ടെൻഡർനെസ് എന്തായാലും ഉണ്ടാവും. അതുപോലെ എഡീമ എന്തായാലും സർജറി ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തായാലും എഡീമ ഉണ്ടാവും. അപ്പോൾ അത് ജസ്റ്റ് ഗ്രേഡ് എന്താണെന്ന് നോക്കുക. ഗ്രേഡ് ഒരു 1-2 അത് വിട്ട് മേലേക്ക് പോവില്ല സാധാരണ രീതിയിൽ. അപ്പോൾ ജസ്റ്റ് അത് നോക്കുക. എന്തായാലും അത് പ്രസൻ്റ് ആയിരിക്കും. അത് ഗ്രേഡ് എത്രയാണെന്ന് നോക്കുക. പിന്നെ ക്രിപ്പിറ്റസ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ക്രിപ്പിറ്റസ് എന്ന് അറിയാം, നമുക്ക് അബ്നോർമൽ ആയിട്ടുള്ള സൗണ്ട്, ഈ മൂവ്മെൻറ്റ് ചെയ്യുന്നത് അബ്നോർമൽ ആയിട്ട് സൗണ്ട് വരുന്നത്. പിന്നെ വാംത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, എന്തായാലും അത് പോസിറ്റീവാണ്, എന്തായാലും വേരിയേഷൻ ഉണ്ടാവും. അടുത്തത് ഓൺ എക്സാമിനേഷൻ നമ്മൾ ഫസ്റ്റ് നോക്കാം. വൈറ്റൽ പാരാമീറ്റർ, പെയിൻ അസസ്മെൻറ്റ്, മോട്ടോർ അസസ്മെൻറ്റ്. അപ്പോൾ വൈറ്റൽ പാരാമീറ്ററിൽ നമ്മൾ നോക്കാം ബ്ലഡ് പ്രഷർ, റെസ്പിറേറ്ററി റേറ്റ്, ഹാർട്ട് റേറ്റ്, ടെമ്പറേച്ചർ. ജസ്റ്റ് എല്ലാം നോർമലായിരിക്കും, സാധാരണ രീതിയിൽ എല്ലാം നോർമലായിരിക്കും. അതുകൊണ്ടാണ് ജസ്റ്റ് ഞാൻ കൂടുതലായിട്ടാണ് മെൻഷൻ ചെയ്യാത്തത്. ജസ്റ്റ് വൈറ്റൽസ് നോക്കാം. രണ്ടാമത്തെ പെയിൻ അസസ്മെൻറ്റ് നമുക്കറിയാം, നമ്മൾ വാസ് സ്കെയിലാണ് യൂസ് ചെയ്യുക, വിഷ്വൽ അനലോഗ് സ്കെയിലാണ് യൂസ് ചെയ്യുക. ജസ്റ്റ് 0 to 10. അപ്പോൾ 0 എന്ന് പറയുമ്പോൾ നോ പെയിൻ, 10 എന്ന് പറയുമ്പോൾ ഏറ്റവും ബെസ്റ്റ് പെയിൻ. അപ്പോൾ നമ്മൾ അസസ്മെൻറ്റ് എടുത്ത സമയത്ത് നമ്മൾ സർജറി ചെയ്തതിന് അസസ്മെൻറ്റ് എടുക്കുമ്പോൾ റീഡിങ് നല്ല കൂടുതലായിരിക്കും.
പിന്നെ സൈറ്റ് ഓഫ് പെയിൻ എന്തായാലും നീ ജോയിന് ചുറ്റായിരിക്കും, അറൗണ്ട് നീ ജോയിൻ്റ് ആയിരിക്കും എന്തായാലും വേദന ഉണ്ടാവും. പിന്നെ ഓൺസെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ വേദന വരാനുള്ള കാരണം വേദന വരുന്നത് ഈ ഗ്രാജുവലി നമ്മൾ ചിലപ്പോൾ ഈ OA പോലത്തെ കണ്ടീഷൻ ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ മാസങ്ങൾ ചിലപ്പോൾ വർഷങ്ങളൊക്കെ എടുത്തിട്ടായിരിക്കും വരാം. അപ്പോൾ ഗ്രാജുവലി ഇങ്ങനെ ഡെവലപ്പ് ആയിട്ട് വരുന്ന വേദനയായിരിക്കും. ടൈപ്പ് ഓഫ് പെയിൻ എന്ന് വെച്ചാൽ ഡൾ ഇച്ചിങ് പെയിൻ അല്ലെങ്കിൽ സ്റ്റാബിങ് പെയിൻ ആയിരിക്കും, കുത്തണ ഫീൽ ആയിരിക്കും നമുക്ക് ഉണ്ടാവാം. ഡ്യൂറേഷൻ നമ്മൾ പറഞ്ഞു മോർണിംഗ് ആയിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക, അല്ലെങ്കിൽ നൈറ്റ് സ്ലീപ്പ് ചെയ്യുന്ന നേരത്തായിരിക്കും ഏറ്റവും കൂടുതൽ ഉണ്ടാവുക. ഇനി അഗ്രിവേറ്റിംഗ് ഫാക്ടർ ഓൺ മൂവ്മെന്റ് ആയിരിക്കും. നമുക്ക് എന്തായാലും കാര്യങ്ങൾ ചെയ്യാം. നമ്മൾ ഈ മുട്ട് അനക്കുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാവുക. അത് റിലീവ് ചെയ്യുന്ന ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റ് എടുക്കുക, അല്ലെങ്കിൽ എക്സസൈസ് ആയിട്ട് പെയിനുള്ള സാഹചര്യങ്ങൾ പെയിൻ കില്ലർ പോലത്തെ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോഴാണ് നമുക്ക് റിലീവ് ചെയ്യുക, പെയിൻ കുറയാം. ഇനി മോട്ടോർ അസസ്മെന്റിൽ നമുക്കറിയാം എന്തായാലും റേഞ്ച് ഓഫ് മോഷൻ കുറഞ്ഞിട്ടുണ്ട്. അത് പാസീവ് ആയാലും ആക്റ്റീവ് ആയാലും റേഞ്ച് ഓഫ് മോഷൻ എസ്പെഷ്യലി ഹിപ്പിൻ്റെയും നീൻ്റെയും റേഞ്ച് ഓഫ് മോഷൻ എന്തായാലും കുറഞ്ഞിട്ടുണ്ടാകും. അത് നമ്മൾ ജസ്റ്റ് നോക്കുക, എത്ര കുറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ നോക്കുക. പിന്നെ മസിൽ MMT നമ്മുടെ മസിലിൻ്റെ സ്ട്രെങ്ത് എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും. ഒരു ഗ്രേഡ് 4 ഒക്കെ ആയിട്ടുണ്ടാവും. ഗ്രേഡ് 4 മിനിമം ഉണ്ടാവും, അതിന് താഴെ വരാൻ സാധ്യത കുറവാണ്. ഒരു നോർമലി ഗ്രേഡ് 4 ആയിരിക്കും ഉണ്ടാകും. പിന്നെ മസിൽ ടോൺ എന്തായാലും കുറഞ്ഞിട്ടുണ്ടാവും, കാരണം മസിലിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞതുപോലെ മസിലിൻ്റെ എന്തായാലും ടോണും കുറയാൻ സാധ്യതയുണ്ട്. പിന്നെ എൻഡ് ഫീൽഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും അബ്നോർമൽ ആയിട്ടുള്ള എൻഡ് ഫീൽഡ് ആയിരിക്കും ഉണ്ടാവാം. അടുത്തത് ഗ്രിത്ത് മെഷർമെന്റ് നമ്മൾ നീ ജോയിന്റ് ആണ് സർജറി ചെയ്തത്. അപ്പോൾ നീ ജോയിന്റിന് തൊട്ട് മുകളിലുള്ള തൈ മസിലിന്റെ അപ്പർ പാർട്ടും മിഡിൽ പാർട്ടും ലോവർ പാർട്ടും ഈ 3 ഏരിയയുടെ ഡയമീറ്റർ ഈ ഗ്രിത്ത് നോക്കണം. അതുപോലെ തന്നെ കാഫ് മസിലും, അതായത് നമ്മുടെ ഈ ജോയിന്റിന് നമ്മൾ ഈ സർജറി ചെയ്ത ജോയിന്റിന് മുകളിലും സർജറി ചെയ്ത സ്ഥലത്തും അതുപോലെ തന്നെ താഴെ ഈ 3 ഏരിയയിലും നമ്മൾ ഈ കാലിന് വലിപ്പം കൂടുതലുണ്ടോയെന്ന്, അതായത് ഗ്രിത്ത് മെഷർമെന്റ് നമ്മൾ ചെക്ക് ചെയ്യും. പിന്നെ LLD എന്തായാലും നോർമലായിരിക്കും. പിന്നെ സെൻസർ എക്സാമിനേഷൻ അത്ര വലിയ പ്രശ്നം വരാൻ സാധ്യത കുറവാണ്. സെൻസേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ റിഫ്ലക്സ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കുറയും. അടുത്തത് സ്പെഷ്യൽ ടെസ്റ്റിൽ നമ്മൾ മെയിനായിട്ട് ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് കാര്യങ്ങളൊക്കെ നമ്മൾ മെയിനായിട്ട് നോക്കുക. ഈ ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങൾ നമ്മൾ എക്സ്റേ MRI കാര്യങ്ങളൊക്കെ നോക്കും. അതുപോലെ തന്നെ നമുക്ക് പിന്നെ സ്പെഷ്യൽ ടെസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാമത്തെയാണ് ഈ ചെയർ ക്ലൈംബിംഗ് ടെസ്റ്റ്. അതായത് ജസ്റ്റ് നമ്മൾ പേഷ്യൻ്റെ ലോവർ ലിംബ് അതുപോലെ ലോവർ ലിംബിൻ്റെ സ്ട്രെങ്ത് എത്രയുണ്ട്, പവർ എത്രയുണ്ട്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് ഇത് സ്റ്റെയർ ക്ലൈംബിംഗ് ടെസ്റ്റ്. പിന്നെ രണ്ടാമതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 20 മിനിറ്റ് വാക്ക് ടെസ്റ്റ്. ഈ 20 മിനിറ്റ് വാക്ക് ടെസ്റ്റിൽ നമ്മൾ ഈ ടെസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മുടെ വാക്കിങ്ങിൻ്റെ പാറ്റേൺ എന്താണ്, വാക്കിങ്ങിൻ്റെ സ്പീഡ് എന്താണ്, കാര്യങ്ങളൊക്കെ നമ്മൾ മോണിറ്റർ ചെയ്യുന്ന ഒരു സംഭവമാണ്. അത് ഓരോ സമയത്തിനനുസരിച്ച് ഈ വാക്കിങ്ങിൻ്റെ പാറ്റേൺ കാര്യങ്ങളൊക്കെ വ്യത്യാസം വരുന്ന കാര്യങ്ങളൊക്കെ 20 മിനിറ്റ് വാക്ക് ടെസ്റ്റ് നമ്മൾ നോക്കുന്നത്. മൂന്നാമത് 30 മിനിറ്റ് ചെയർ സ്റ്റാൻഡ് ടെസ്റ്റ്. അതായത് ജസ്റ്റ് പേഷ്യൻ്റ് 1 മിനിറ്റിൻ്റെ 30 സെക്കൻഡുള്ളിൽ എത്ര വട്ടം ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ നിൽക്കണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നതാണ് നമ്മൾ 30 മിനിറ്റ് ചെയർ ടെസ്റ്റ് എന്ന് വെച്ചാൽ. അടുത്തത് ഇൻവെസ്റ്റിഗേഷൻ നമ്മൾ മെയിനായിട്ട് ഈ മെഡിക്കൽ ഇവാലുവേഷൻ, അതായത് ബ്ലഡ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത് നോക്കുന്നത്. ബ്ലഡ് ടെസ്റ്റ് നമുക്കറിയാം ESRൻ്റെയും അതുപോലെ CRPയും അതുപോലെ നമ്മുടെ ഈ WBC ഇതിൻ്റെ ഒക്കെ എന്തായാലും റീഡിങ് വളരെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ MRI അതുപോലെ എക്സ്റേ ഒക്കെ എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ഡിഫോം, അതായത് നമ്മുടെ ഈ ഓസ്റ്റിയോആർത്രൈറ്റിസ് അല്ലെങ്കിൽ വരാനുള്ള കാരണം എന്തെന്നുള്ളത് ആ ഡീജനറേഷൻ കാര്യങ്ങളൊക്കെ നമുക്ക് എക്സ്റേ MRIയിലൊക്കെ നല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും. പിന്നെ ഗേറ്റ് അസസ്മെന്റ് ഓൾറെഡി പറഞ്ഞു. നമ്മുടെ ഗേറ്റ് എന്തായാലും ഒന്നല്ലെങ്കിൽ അൻറ്റാൾജിക് ആയിരിക്കും അല്ലെങ്കിൽ വാഡ്ലിംഗ് ആയിരിക്കും. അൻറ്റാൾജിക്ക് വരാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അൻറ്റാൾജിക് ഗേറ്റിന്റെ പാറ്റേൺ നമ്മൾ നടക്കാറുള്ള ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പെയിൻ കാര്യങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാനായിരിക്കും. അതുകൊണ്ട് തന്നെ സ്റ്റാൻസ് വൈസ് വളരെ കുറവായിരിക്കും സ്വിംഗ് വൈസിനേക്കാളും. പിന്നെ വാഡ്ലിംഗ് വരാനുള്ള സാധനം വാഡ്ലിംഗ് ഗേറ്റ് മെയിനായിട്ട് വരാനുള്ള കാര്യം നമ്മുടെ ഹിപ്പ് ഗ്രില്ലും അതുപോലെ അപ്പർ തൈ മസിലൊക്കെ വീക്ക്നെസ് വരുന്ന സാഹചര്യങ്ങളാണ് ഈ വാഡ്ലിംഗ് ഗേറ്റിൽ പേഷ്യൻ്റ് നോക്കുന്നത്. ഇനി നമ്മൾ അവസാനമായിട്ട് നോക്കുന്നത് പ്രോബ്ലം ലിസ്റ്റ്. എന്തൊക്കെ പേഷ്യൻ്റ് എന്തൊക്കെ പ്രോബ്ലം ഫേസ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെയാണ് പ്രോബ്ലം ലിസ്റ്റ് നോക്കുന്നത്. പ്രോബ്ലം ലിസ്റ്റ് നമുക്കറിയാം 3 കാര്യങ്ങളാണ് മെയിനായിട്ട് നോക്കുക. ഇമ്പയർമെൻറ്റ്, അത് ബോഡി സ്ട്രക്ചറൽ അല്ലെങ്കിൽ ഫങ്ഷണൽ ആയിട്ടുള്ള ഇമ്പയർമെൻറ്റ് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുണ്ടെന്ന് നോക്കുന്നതാണ് ഈ പറഞ്ഞ ഇമ്പയർമെൻറ്റ്. കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഇമ്പയർമെൻറ്റ് നോക്കാം, പാർട്ടിസിപ്പേഷൻ റെസ്ട്രിക്ഷൻ അതുപോലെ ആക്ടിവിറ്റി ലിമിറ്റേഷൻ. അപ്പോൾ ഇമ്പയർമെൻറ്റിൽ മെയിനായിട്ട് നമുക്ക് ഉണ്ടാവുക പെയിൻ, സ്വെല്ലിങ്, അതുപോലെ മോർണിംഗ് സ്റ്റിഫ്നെസ്. നമ്മൾ യോഗയൊക്കെ ആണെങ്കിൽ മോർണിംഗ് നല്ല സ്റ്റിഫ്നെസ്, പെയിൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ ടെൻഡർനെസ്, സ്കിന്നിന് ടെമ്പറേച്ചർ വേരിയേഷൻ, എന്തെങ്കിലും റേഞ്ച് ഓഫ് മോഷൻ റെസ്ട്രിക്റ്റഡ്, മസിൽ വീക്ക്നെസ് കാര്യങ്ങളൊക്കെ ആയിരിക്കും മെയിനായിട്ട് ഇമ്പയർമെൻറ്റ് ഉണ്ടാവും. ഈ ഇമ്പയർമെൻറ്റ് വന്നത് മൂലം പേഷ്യൻറ്റിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ പാർട്ടിസിപ്പേഷൻ റെസ്ട്രിക്ഷൻ വരുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൗസ് ഹോൾഡ് വർക്ക് പോലത്തെ കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാം. കാരണം പെയിൻ ഉള്ള ആൾക്ക് കുറേ നേരം നിന്ന് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ജോലി കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യണ നേച്ചർ അനുസരിച്ച് അതൊക്കെ അതിനുള്ള ബുദ്ധിമുട്ടുണ്ടാവും.
അപ്പോൾ ഈ ബുദ്ധിമുട്ടുകളൊക്കെ വന്നതുകൊണ്ട് എന്തൊക്കെ ആക്ടിവിറ്റിയാണ് പേഷ്യൻ്റ് ലിമിറ്റേഷൻ വരുന്നത്, അത് ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് ഒക്കെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അതായത് സോഷ്യലായിട്ട് ഫംഗ്ഷൻ എന്തെങ്കിലും പ്രോഗ്രാം കാര്യങ്ങളൊക്കെ ചെയ്യാം, അറ്റൻഡ് ചെയ്യാൻ പോകല് കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം പേഷ്യൻ്റ് ഡ്രൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും, അതുപോലെ പേഷ്യൻ്റ് നടന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും, കുറേ നേരം നിൽക്കൽ ബുദ്ധിമുട്ടായിരിക്കും, കുറേ നേരം ഇരിക്കൽ ബുദ്ധിമുട്ട്, അങ്ങനത്തെ ആക്ടിവിറ്റി, അതായത് സോഷ്യലായിട്ടുള്ള ആക്ടിവിറ്റി ചെയ്യാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ബുദ്ധിമുട്ട് വരും. അതാണ് ആക്ടിവിറ്റി ലിമിറ്റേഷൻ. അടുത്തത് നമ്മൾ ഗോള്. അപ്പോൾ നമ്മൾ ഇപ്പോൾ സർജറി ചെയ്യാൻ തീരുമാനിച്ചു. സർജറി ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ ഗോൾ, അതായത് നമുക്കറിയാം ഷോർട്ട് ടൈം ഗോളും ഉണ്ട്, ലോങ് ടൈമും ഉണ്ട്. ഷോർട്ട് ടൈം ഗോളിൽ നമ്മൾ മെയിനായിട്ട് നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയിൻ കുറയ്ക്കാം, റേഞ്ച് കൂട്ടാം, മസിലിൻ്റെ പവർ കൂട്ടാം, അതുപോലെ പേഷ്യൻറ്റിന് സേഫ് ആയിട്ട് വോക്കർ യൂസ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ വോക്കർ യൂസ് ചെയ്യാൻ പറ്റും, വോക്കർ യൂസ് ചെയ്ത് നടക്കാൻ പറ്റില്ല, ഈ വോക്കറിൽ സേഫ് ആയിട്ട് കാര്യങ്ങൾ നടക്കാം. ലോങ് ടൈം ഗോളിൽ നമ്മൾ മെയിനായിട്ട് നോക്കുന്നത് ഹിപ്പറിൻ്റെ റേഞ്ച് ഓഫ് മോഷൻ കൂട്ടുക, അതുപോലെ നമ്മുടെ ഓവറോൾ റേഞ്ച് ഓഫ് മോഷൻ മെയിൻറ്റെയിൻ ചെയ്യുക, പിന്നെ അതുപോലെ മസിലിൻ്റെ സ്ട്രെങ്ത് നല്ലതുപോലെ കൂട്ടുക, എൻഡ്യൂറൻസ് കൂട്ടാം, അതുപോലെ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡെയിലി ലിവിങ് ആക്ടിവിറ്റീസ് ചെയ്യാനൊക്കെ നമ്മളെ പ്രാപ്തരാകാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ലോങ് ടൈം ഗോളിൽ നമ്മൾ നോക്കുന്നത്. ഇനി നമുക്ക് ഫിസിയോതെറാപ്പി പ്രോട്ടോകോൾ. അപ്പോൾ സർജറി ചെയ്ത ഡേ 0 നമുക്ക് ചെയ്യാം. ഇനിയിപ്പോൾ ഡേ 1 നമുക്ക് തുടങ്ങാം. ഡേ 1 നമ്മൾ എന്തൊക്കെ എക്സസൈസാണ് കാര്യങ്ങൾ ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ചെയ്യുക ആംഗിൾ പമ്പ്സ് എന്ന് വെച്ചാൽ നമുക്ക് ആംഗിൾ ടോ മൂവ്മെൻറ്റ്, അതായത് നമ്മുടെ ആംഗിൾ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യാം. ഈ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്ന കാര്യങ്ങൾ, ഈ അപ്പ് ആൻഡ് ഡൗൺ എന്തിനാണ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബ്ലഡ് ഫ്ലോ, അതായത് നമുക്കറിയാമല്ലോ നമ്മുടെ ഫസ്റ്റ് ഹാർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിബ് കേജിൻ്റെ ഉള്ളിലിരിക്കുന്ന ഹാർട്ട്, സെക്കൻഡ് ഹാർട്ടാണ് ഈ കാഫ് മസിൽ. അപ്പോൾ പേഷ്യൻ്റ് കുറേ നേരം ഈ പ്രൊലോങ് ആയിട്ട് കെടുക്കാൻ നിൽക്കും. ഈ ബെഡ് റൈഡൻ ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന എക്സസൈസിൽ ഒന്നാണ് ഈ ആംഗിൾ പമ്പ്, അതായത് ആംഗിൾ ടോ മൂവ്മെൻറ്റ്. ഈ ആംഗിൾ ടോ മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഈ കാഫ് മസിൽ സ്ട്രെച്ച് ആവുക, കംപ്രസ് ആവുന്നത് മൂലം ഈ ബ്ലഡ് തിരിച്ചൊഴുകും. അതായത് ഈ നമ്മുടെ ഈ ഹാർട്ടിൻ്റെ അവിടെ നിന്ന് വളരെ അകലെയാണ് ഈ പറഞ്ഞ ഈ ഫൂട്ട് നിൽക്കുന്നത്. അപ്പോൾ ഈ ഫൂട്ടിൻ്റെ അവിടെ നിന്ന് ഈ തിരിച്ച് ഈ ബ്ലഡ് ഹാർട്ടിലേക്ക് പോയാലാണ് ഈ ഇംപ്യൂർ ആയിട്ടുള്ള ബ്ലഡ് ഹാർട്ടിൽ പോയാൽ അത് പ്യൂരിഫൈ ആവുള്ളൂ. അപ്പോൾ ഇത് ഹാർട്ടിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ സാധാരണ രീതിയിൽ പേഷ്യൻ്റ് നടക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കാഫ് മസിലിന് മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത് മൂലം, അതുപോലെ ഈ ഫൂട്ട് നമ്മൾ ഓരോപ്പെട്ടം ഈ നിലത്ത് പ്രസ് ചെയ്യുന്നത് മൂലം ഇത് കയറി പോകാൻ വളരെ എളുപ്പമാണ്, അത്ര ബുദ്ധിമുട്ടില്ല. ഈവൻ നമ്മൾ എഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ് കയറി പോകുന്നത് എങ്കിൽ കൂടിയും അത്ര ബുദ്ധിമുട്ടില്ല. പക്ഷേ ബെഡ് റൈഡൻ ആയിട്ടുള്ള ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഡി വി ടി പോലത്തെ അസുഖങ്ങളൊക്കെ കൺട്രോൾ ചെയ്യാനും ഈ അങ്ങനത്തെ കാര്യങ്ങൾ കൺട്രോൾ ചെയ്യാനും മെയിനായിട്ട് നമ്മൾ ഈ പറഞ്ഞ ആംഗിൾ ടോ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. രണ്ടാമത് നമ്മൾ ഈ മുട്ടിന് സർജറി ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞു മുട്ടിൻ്റെ ഫ്ലെക്ഷൻ എക്സ്റ്റൻഷന് വേണ്ടിയിട്ട് സഹായിക്കുന്ന മസിലാണ് ഏത് ആംസ്ട്രിങ്ങും ക്വാഡ്രിസെപ്സും ഒക്കെ. അപ്പോൾ ഈ സർജറി ചെയ്ത് കഴിയുമ്പോൾ സർജറി ചെയ്തതിന് ചുറ്റുള്ള മസിൽ വീക്കാവും. അത് വളരെ നോർമലായിട്ടുള്ള കാര്യം. അതായത് നമ്മളൊരു ജോയിൻറ്റിന് നമ്മുടെ സാധാരണ ഒരു മനുഷ്യൻ്റെ ഒരു ഏരിയ എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ വേറൊരു ഏരിയ നമ്മൾ വേറൊരു പാർട്ട് എടുത്തിട്ട് അവിടേക്ക് വയ്ക്കുകയാണ്. അപ്പോൾ ജനിച്ചപ്പോൾ ഉണ്ടായിരുന്നത് പോലെ അല്ല ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ആ ഒരു എൻവയോൺമെൻ്റ് ആയിട്ട് ബോഡി ഒന്ന് അഡാപ്റ്റ് ആയിട്ട് വരാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മസിൽ വീക്കായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഐസോമെട്രിക്സ് ആംസ്ട്രിങ്ങിൻ്റെ കൊടുക്കണം, ക്വാഡ്രിസെപ്സും ചെയ്യണം, അതൊരു ഗ്ലൂട്ടിയസും ചെയ്യണം. പിന്നെ അടുത്തതായിട്ട് ചെയ്യേണ്ടത് സ്ലൈറ്റായിട്ട് കുറച്ച് നമ്മുടെ നീ ഫ്ലെക്ഷൻ ചെയ്യാൻ നോക്കണം. നീ ഫ്ലെക്ഷൻ ചെയ്യുമ്പോൾ കാല് പൊക്കിയിട്ട് ചെയ്യാം, കാല് നിലത്തോടെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യാം, ബെഡും കൂടെ പതുക്കെ ഇങ്ങനെ ഉരച്ച് കുറച്ച് ഫ്ലെക്ഷൻ ചെയ്യാം, കുറച്ച് എക്സ്റ്റൻഷൻ ചെയ്യാം. ഡേ 1 ആയതുകൊണ്ട് കുറച്ച് ചെയ്താൽ മതി. അതുപോലെ എസ് എൽ ആർ വെച്ചാൽ നമുക്ക് സ്ട്രെയിറ്റ് ലെഗ് റൈസ് കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ ഹിപ്പിൻ്റെ അബ്ഡക്ഷൻ അഡക്ഷൻ, കാരണം ഈ നീക്കാണ് നമുക്ക് പ്രശ്നം വന്നിട്ടുള്ളത്. ഈ നമ്മളിപ്പോൾ വലത് നീ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ വലത് നീക്കാണ് ഇപ്പോൾ സർജറി ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വലത് നീ ഏരിയയ്ക്ക് മാത്രം അധികം മൂവ്മെൻറ്റ് ഇല്ലാണ്ട് ബാക്കി ഏരിയകൾക്ക് നമുക്ക് മൂവ്മെൻറ്റ് ചെയ്യാം. അത് ഏത് ഏരിയ ആണോ സർജറി ചെയ്ത് ആ ഏരിയ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ട് ബാക്കി ജോയിൻറ്റുകൾ കാര്യങ്ങളൊക്കെ മൂവ്മെൻറ്റ് ചെയ്യാൻ പ്രശ്നമൊന്നും കാര്യമില്ല. അപ്പോൾ അത് നമ്മൾ പേഷ്യൻ്റ് ഇവിടെ വേദന ഉള്ളതുപോലെ ആ ലിംബ് യൂസ് ചെയ്യാണ്ടാവുമ്പോൾ അവിടെ വേറെ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മൾ മസിൽ വേസ്റ്റിംഗ് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി ജോയിൻറ്റിൽ മൂവ്മെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഹിപ്പിൻ്റെ അബ്ഡക്ഷൻ അഡക്ഷൻ ചെയ്യാം. പിന്നെ ബെഡ് സൈഡ് സിറ്റിങ്, ഈ പോസിബിൾ ആണെങ്കിൽ പേഷ്യൻ്റ് ടോളറേറ്റ് ചെയ്യണമെങ്കിൽ ബെഡ് സൈഡ് സിറ്റിംഗ് ഇരുത്താം. അപ്പോൾ ബെഡ് സൈഡ് സിറ്റിംഗ് ഇരുത്തുമ്പോൾ നമ്മൾ നോക്കണം, ഈ കാല് നമുക്ക് അധികം ഫ്ലെക്ഷൻ ആക്കാൻ പറ്റില്ല. അപ്പോൾ കാല് നമ്മൾ ഹോൾഡ് ചെയ്യണം, ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ലെഗ് ഹോൾഡ് ചെയ്യണം, അധികം ഫ്ലെക്ഷൻ ഉണ്ടാവേണ്ടത്. പിന്നെ പേഷ്യൻറ്റിന് ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ, വേദന സഹിക്കാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വാക്കിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ വാക്കിങ് ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് എങ്ങനെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുത്ത് വോക്കർ ഉപയോഗിച്ച് വാക്കിങ് സ്റ്റാർട്ട് ചെയ്യണം. പിന്നെ നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് സ്വെല്ലിങ് കുറയ്ക്കാം. അപ്പോൾ സ്വെല്ലിങ് കുറയ്ക്കാനായിട്ട് നമ്മൾ പറഞ്ഞ സ്വെല്ലിങ് എന്തായാലും ഉണ്ട്. അപ്പോൾ സ്വെല്ലിങ് കുറയ്ക്കാനായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കാലിൻ്റെ അടിയിൽ എന്ന് പറയുമ്പോൾ ഉപ്പുറ്റിയുടെ അടിയിൽ, ഈ ഫൂട്ടിൻ്റെ അടിയിൽ നമ്മളൊരു പില്ലോ വയ്ക്കുമ്പോൾ ആ നമ്മുടെ ഈ ഹാർട്ടിൻ്റെ ലെവലിലാണ് പൊങ്ങിയിരിക്കുമ്പോൾ നമുക്കറിയാം ആ ഫ്ലൂയിഡിൻ്റെ ഫ്ലോ ബാക്കായിട്ട്
തിരിച്ചൊഴുകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് തിരിച്ചൊഴുകുന്നത് മൂലം സ്വെല്ലിങ് കാര്യങ്ങൾ കുറയ്ക്കും. അതുപോലെ നമ്മൾ മെയിനായിട്ട് അതായത് നമ്മുടെ ഈ TKR സർജറിയുടെ മെയിനായിട്ടുള്ള കോംപ്ലിക്കേഷനിൽ ഒന്നാണ് ഏത് എക്സ്റ്റൻഷൻ ലാഗ്. അതായത് നമ്മൾ സർജറി ചെയ്ത് കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മൾ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളൊന്നാണ് എക്സ്റ്റൻഷൻ ലാഗ്. അതും നമ്മൾ റെഡ്യൂസ് ചെയ്യാൻ നോക്കാം. ഇതൊക്കെയാണ് മെയിനായിട്ട് ഡേ 1 നോക്കേണ്ടത്. ഡേ 2 എന്ന് പറയുമ്പോൾ പേഷ്യൻ്റ് കുറച്ചും കൂടി ആക്റ്റീവ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ എക്സസൈസ് കാര്യങ്ങളൊക്കെ ആക്റ്റീവ് കഴിഞ്ഞ ദിവസം ഡേ 1 പേഷ്യൻ്റ് ആക്റ്റീവായിട്ട് ചെയ്തത് കുറച്ചും കൂടി സപ്പോർട്ടോടുകൂടി ആക്റ്റീവ് അസിസ്റ്റഡ് ആയിട്ട് കുറച്ചും കൂടി സപ്പോർട്ടോട് കൂടി റേഞ്ച് കുറച്ചും കൂടി കൂട്ടാൻ നോക്കണം. അതുകൊണ്ടാണ് ആക്റ്റീവായിട്ട് ചെയ്ത പേഷ്യൻറ്റിനെ ആക്റ്റീവ് അസിസ്റ്റഡ് ആക്കുന്നത്. അപ്പോൾ റേഞ്ച് കുറച്ചും കൂടി കൂട്ടാൻ നോക്കാം. അതുപോലെ ടെർമിനൽ എക്സ്റ്റൻഷൻ എന്ന് വെച്ചാൽ അറിയാം, നമുക്ക് പേഷ്യൻറ്റിനെ ബെഡ് സൈഡ് സിറ്റിങ്ങിൽ ഇരുത്തിയിട്ട് നമ്മുടെ കാല് നമ്മുടെ ഈ ഓപ്പറേറ്റ് ചെയ്തിട്ടുള്ള ലെഗ് നമ്മുടെ ഈ നോർമൽ ലെവലിൽ എക്സ്റ്റെൻഡ് ചെയ്യുക. അതായത് സർജറി ചെയ്ത് കഴിയുമ്പോൾ ഈ നീ കുറച്ച് ഫ്ലെക്ഷൻ ആയിട്ടാണ് ഇരിക്കുക. നമ്മുടെ ഈ മുട്ട് കുറച്ച് ഫ്ലെക്ഷൻ ആയിട്ടുണ്ടാവും, കുറച്ച് മടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നമ്മൾ ഈ ഓപ്പറേറ്റ് ചെയ്ത ഭാഗത്ത് കൈവയ്ക്കരുത്. ഓപ്പറേറ്റ് ചെയ്യുന്ന തൊട്ട് മുകളിൽ, അതായത് നമ്മുടെ മുട്ടിൻ്റെ ഈ പെറ്റലിരിക്കുന്നതിൻ്റെ തൊട്ട് മുകളിൽ കൈ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൈ ഒന്ന് വെച്ചിട്ട് നമ്മൾ ഫൂട്ട് എടുത്തിട്ട് ഹൈപ്പറായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക. ഹൈപ്പർ എക്സ്റ്റൻഷൻ എന്നല്ല പറയാം, ശരിക്കും ടെർമിനൽ എക്സ്റ്റൻഷൻ എന്ന് പറയാം. ഫൂട്ട് എടുത്തിട്ട് എക്സ്റ്റെൻഡ് ചെയ്യുക, അതായത് 0 ലെവലിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുക. അപ്പോൾ പേഷ്യൻറ്റിന് കുറച്ച് വേദന ഉണ്ടാവും, അത് വളരെ നോർമലാണ്, പ്രശ്നമൊന്നുമുള്ള കാര്യമില്ല. പക്ഷെ നമ്മൾ TKRൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, പേഷ്യൻറ്റിന് കുറച്ച് വേദന സഹിക്കേണ്ടി വരും. അതിപ്പോൾ ഏത് സർജറിയാണെങ്കിലും പേഷ്യൻറ്റ് കുറച്ച് വേദന സഹിക്കേണ്ടി വരും, ഇതിലും അതുപോലെ കുറച്ച് വേദന സഹിക്കേണ്ടി വരും. അപ്പോൾ പേഷ്യൻറ്റിന് ജസ്റ്റ് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് ഈ വേദന ഉണ്ടാവുന്നത്, എത്രമാത്രം വേദന നമ്മൾ സഹിക്കേണ്ടി വരും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റിന് നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കണം. കാരണം ചില പേഷ്യൻസ് ഈ വേദന വരുമ്പോൾ ചില പേഷ്യൻസ് ഈ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കും. അപ്പോൾ ഈ സർജറി ചെയ്ത് കഴിഞ്ഞിട്ട് ഈ എക്സസൈസ് ചെയ്യാണ്ട് നിൽക്കുമ്പോൾ നമ്മൾ പറഞ്ഞു ഹോസ്പിറ്റൽ സ്റ്റേ കൂടും. അത് ഒരാഴ്ചയ്ക്കുള്ളിൽ, സാധാരണ രീതിയിൽ ഒരാഴ്ചയ്ക്കുള്ളിൽ നമ്മൾ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ വിടുന്ന സാഹചര്യത്തിൽ പേഷ്യൻ്റ് എക്സസൈസ് ചെയ്യാൻ ബുദ്ധിമുട്ട് കാണിക്കുകയാണെങ്കിൽ ഒരാഴ്ച എന്നുള്ളത് 2 ആഴ്ചയും. അതായത് പേഷ്യൻറ്റ് ഹോസ്പിറ്റലിൽ നിൽക്കേണ്ട സമയം കൂടും. അതുപോലെ റീഹാബ് ആവാനുള്ള സമയം കൂടുതലെടുക്കും. അപ്പോൾ വേറെ കോംപ്ലിക്കേഷൻ വരാനും സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ടെർമിനൽ എക്സ്റ്റൻഷൻ ചെയ്യണം. അതുപോലെ VM, അതായത് വാസ്റ്റസ് മീഡിയൽ ഒബ്ലിക്ക് സ്ട്രെങ്തനിങ് ചെയ്യണം. അതായത് നമ്മുടെ ഐസോമെട്രിക്സ് ചെയ്യണത് പോലെ ഈ മുട്ടിൻ്റെ അടിയിൽ ഈ ഒരു പില്ലോ എങ്ങനെ വെച്ചിട്ട് കാല് കുറച്ച് പൊക്കി വയ്ക്കാം. കുറച്ച് പൊക്കി വെച്ചിട്ട് നമ്മൾ നീ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കാം. അതാണ് ഈ VM, അതായത് VM സ്ട്രെങ്തനിങ് ചെയ്യണത്. ഈ നീ എക്സ്റ്റെൻഡ് ചെയ്യാൻ നോക്കാം. അതുപോലെ തന്നെ നമുക്ക് VMൽ പിന്നെ ചെയ്യാൻ പറ്റുകയാണ് ഈ പില്ലോ പ്രസ്. അതായത് ഈ 2 മുട്ടിൻ്റെ ഇടയിലും ഒരു പില്ലോ വെച്ചിട്ട് നമ്മൾ മുട്ട് പ്രസ് ചെയ്യാം. ഈ 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. പിന്നെ അടുത്തായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ് ഫസ്റ്റ് പറഞ്ഞല്ലോ വോക്കർ എടുത്തിട്ട് ഫസ്റ്റ് സെക്കൻഡ് ഡേ ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ച് നിർത്തിച്ചാൽ മതി. അതായത് ഫ്യൂ സ്റ്റെപ്സ് നിർത്തിച്ചാൽ മതി, വളരെ 2, 3, 4 സ്റ്റെപ്പൊക്കെ നിർത്തിച്ചാൽ മതി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡേ 2 ആയിട്ടുള്ളൂ. അപ്പോൾ ഡ്രെയിനേജ് കാര്യങ്ങളുണ്ടാവും, കത്തീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും, അതൊക്കെ നമ്മൾ നല്ലതുപോലെ നോക്കണം. പിന്നെ ഈ വോക്കറിൽ വെച്ചിട്ട് നമ്മൾ പേഷ്യൻറ്റ് മൊബിലൈസ് ചെയ്യുന്നതിന് മുൻപ് ജസ്റ്റ് എങ്ങനെയാണ് നടക്കേണ്ട കാര്യങ്ങളൊക്കെ പേഷ്യൻറ്റ് പറഞ്ഞ് മനസ്സിലാക്കണം. ഏത് രീതിയിലാണ് നടക്കേണ്ടത് അതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക. പിന്നെ ആംബുലേഷൻ, നമ്മൾ പേഷ്യൻറ്റിനെ പുറത്തേക്ക് ഒന്നും എടുക്കാൻ പാടില്ല, ജസ്റ്റ് ഒരു ഫ്യൂ സ്റ്റെപ്സ്, അതായത് റൂമിൻ്റെ ഉള്ളിൽ തന്നെ 2-3 സ്റ്റെപ്പൊക്കെ നടത്തിച്ചാൽ മതി. പിന്നെ ബെഡ് സൈഡ് സിറ്റിങ് നമ്മൾ പറഞ്ഞു, ബെഡ് സൈഡ് സിറ്റിംഗ് ആക്കിയിട്ടാണ് നമ്മൾ ടെർമിനൽ എക്സ്റ്റൻഷൻ ചെയ്തത്. അതിനുശേഷം വാക്കിംഗ് നമ്മൾ നടത്തിക്കാൻ തുടങ്ങിയത്. പിന്നെ അടുത്തത് ചെയ്യേണ്ടതാണ് ഡേ 2 ആയതുകൊണ്ട് ചെയർ സിറ്റിങ് കാര്യങ്ങളൊക്കെ നോക്കാം. ഈ ചെയർ സിറ്റിങ് ചെയ്യുമ്പോൾ നമ്മൾ 2 രീതിയിൽ നമുക്ക് ഇരുത്താം. അതായത് ഒന്നാമത് നമുക്ക് ഈ പറയുന്ന ബെഡും അല്ലെങ്കിൽ ഈ പറഞ്ഞ ചെയറും ഒരു പില്ലോ വെച്ചിട്ട് നമ്മൾ പേഷ്യൻ്റ് അതുമ്പോൾ കയറിയിരിക്കാൻ പറയാം. അപ്പോൾ പില്ലോ വെച്ചിട്ട് ഇരിക്കുമ്പോഴുള്ള ഉപകാരം എന്താ വെച്ചാൽ നീ അധികം ബെൻഡാവണ്ട. അല്ലെങ്കിൽ നമുക്ക് ചെയ്യാനുള്ളത് ലോങ് സിറ്റിങ് പോലെ, അതൊക്കെ പേഷ്യൻ്റെ കാല് ഒരു സ്റ്റൂളുമൊക്കെ അങ്ങനെ കയറ്റി വെച്ചിട്ട് കുറച്ചധികം നേരം നീ എക്സ്റ്റൻഷൻ രീതിയിൽ നീ ഫുള്ള് സ്ട്രൈറ്റ് ആയിട്ടുള്ള രീതിയിൽ കുറച്ച് നേരം വയ്ക്കാം. ഇങ്ങനെ 2 രീതിയിൽ ചെയർ സിറ്റിംഗ് നോക്കാം. ഒരു ഡേ 3 മുതൽ 5 വരെയൊക്കെ ആകുമ്പോൾ നമ്മൾ എക്സസൈസ് കാര്യങ്ങളൊക്കെ റേഞ്ച് ഓഫ് മോഷൻ കുറച്ചും കൂടി പേഷ്യൻ്റ് ടോളറൻസ് വെച്ച് കുറച്ചും കൂട്ടാം, സ്ട്രെങ്തനിങ് എക്സസൈസ് കൊടുക്കുക. അതുപോലെ നമ്മൾ ടോയ്ലറ്റ് സിറ്റിങ് കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക ഡേ 3 ആയാലും. അപ്പോൾ ടോയ്ലറ്റ് സിറ്റിങ് പേഷ്യൻ്റ് കുറച്ച് ബുദ്ധിമുട്ടാണ്. എലിവേറ്റഡ് കമ്മോഡ് എന്ന സാധനമുണ്ട്, അതായത് നമ്മുടെ ഈ ടോയ്ലറ്റിൽ ഒരു 4 to 6 ഇഞ്ച് ഒരു ഹൈറ്റ് കൂടുന്ന സാധനം. അപ്പോൾ നമ്മൾ ഇരിക്കണത് കുറച്ചും കൂടി ഹൈറ്റിലിരിക്കും. അപ്പം നീ അധികം എക്സ്റ്റെൻഡ് ചെയ്യേണ്ട, ആ ഒരു സാധനം ഫിറ്റ് ചെയ്തിട്ട് അതിന് കയറിയിരിക്കാം. അതുപോലെ ആംബുലേഷൻ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി നമുക്ക് കൂട്ടാം. കാരണം ഡേ 3 ഒക്കെ ആകുമ്പോഴേക്കും എന്തായാലും ഡ്രെയിനേജ് കാര്യങ്ങളൊക്കെ റിമൂവ് ചെയ്തുകൊണ്ട് കുറച്ചും നമുക്ക് ആംബുലേഷൻ കാര്യങ്ങൾ ചെയ്യാം, കുറച്ചും പേഷ്യൻ്റ് നടത്തിക്കാം. ഒരു ഡേ 5 to 7 ഒക്കെ ആകുമ്പോൾ നമ്മൾ ഏകദേശം പേഷ്യൻ്റ് ഡിസ്ചാർജ് ചെയ്യേണ്ട സമയമായി. ഡിസ്ചാർജ് ചെയ്യും. അപ്പോൾ ആ നേരത്തെ നമ്മൾ എന്തൊക്കെ എക്സസൈസ് കാര്യങ്ങളൊക്കെ വീട്ടിൽ ചെയ്യണം കാര്യങ്ങളൊക്കെ നമ്മൾ പേഷ്യൻറ്റിനെ ഈ ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുന്നേ പറഞ്ഞു കൊടുക്കണം. നമ്മളത് ഓൾറെഡി സെറ്റ് ആക്കണം. അതുപോലെ റേഞ്ച് ഓഫ് മോഷൻ കുറച്ചും കൂട്ടുക. അതുപോലെ സ്ട്രെങ്തനിങ് എക്സസൈസ് കുറച്ചും കൂട്ടുക. അതുപോലെ പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് സ്റ്റെയർ ക്ലൈമ്പിങ് അതെങ്ങനെ കയറണം, പ്രോപ്പറായിട്ട് കയറേണ്ട രീതി അതൊക്കെ പേഷ്യൻറ്റ് പഠിപ്പിച്ചു കൊടുക്കുക. ഇനി ഒരു 2-3 ആഴ്ച വരെ, 2-3 ആഴ്ച വരെയുള്ള ട്രീറ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേഷ്യൻറ്റിനെ നമ്മൾ ഫസ്റ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ പറഞ്ഞു പേഷ്യൻറ്റ് ഡിസ്ചാർജ് ചെയ്യുന്നതിന് മുൻപ് എഡ്യൂക്കേഷൻ കാരണം കൊടുക്കണം. എഡ്യൂക്കേഷൻ വെച്ച് കഴിഞ്ഞാൽ
ഇത് കോംപ്ലിക്കേഷൻ വരാണ്ടിരിക്കാനുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. രണ്ടാമത് ഈ പറഞ്ഞ് ഫുൾ എക്സ്റ്റൻഷൻ കാര്യങ്ങൾ, അത് എക്സ്റ്റൻഷനിലേക്ക് വരാണ്ട് ഫുൾ എക്സ്റ്റൻഷൻ നമ്മൾ അച്ചീവ് ചെയ്യണം. മൂന്നാമതായിട്ട് നീ ബെൻഡിങ്, അതായത് നീ മുട്ട് മടക്കണം, ഒരു 90 ഡിഗ്രി മുട്ട് മടക്കാൻ പറ്റണം. ഫുൾ വെയിറ്റ് ബിയറിംഗിൽ പേഷ്യൻ്റ് നടക്കാൻ പറ്റണം. അതുപോലെ പെയിനും സ്വെല്ലിങ് കാര്യം വളരെ കുറയ്ക്കണം. ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റണം. ഇതൊക്കെയാണ് ഒരു നമ്മൾ 2 to 3 വീക്കിൻ്റെ ഉള്ളിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾ. ഇനി ഒരു 4 to 6 വീക്ക് വരെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ലാഗ് നമ്മൾ പറഞ്ഞു, എക്സ്റ്റൻഷൻ ലാഗ് വരാൻ പാടില്ല. ഈ ക്വാഡ്രിസെപ്സിൻ്റെ കറക്റ്റ് കൺട്രോൾ കാര്യങ്ങൾ നമ്മൾ അച്ചീവ് ചെയ്യണം. അതുപോലെ 90 ഡിഗ്രി നീ ഫ്ലക്ഷൻ ആയത് നമ്മളൊരു 105 ഡിഗ്രിക്ക് നീ ഫ്ലക്ഷൻ ആക്കാൻ നോക്കണം. ആ റേഞ്ച് അച്ചീവ് ചെയ്യാൻ നോക്കണം. അതുപോലെ പെയിൻ കാര്യങ്ങൾ വളരെ മിനിമം നമ്മൾ നേരത്തെ പറഞ്ഞു മിനിമം ആക്കാൻ നോക്കണം. ആ മിനിമത്തിൽ നിന്ന് വളരെ പെയിൻ ഇല്ലാത്തൊരവസ്ഥയ്ക്ക് ആക്കാൻ നോക്കണം. ഒരു പെയിൻ വളരെ കുറയ്ക്കണം. അതാണ് 4 to 6 വീക്ക് വരെ നമ്മൾ ചെയ്യുന്ന പ്രോട്ടോകോൾ. ഇനി അപ് ടു 6 to 8 വീക്ക് വരെ നമ്മൾ ഫോളോ ചെയ്യുന്ന പ്രോട്ടോകോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ സ്ട്രെങ്തനിങ് എക്സസൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ കുറച്ചും കൂടി കൂടുതലായിട്ട് കൊടുക്കാം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈപ്പർട്രോഫി പോലത്തെ കാര്യങ്ങൾ നമ്മളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ബാലൻസ്, പ്രോപ്രിയോസെപ്ഷൻ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. പിന്നെ ലോവർ ലിംബ് ഫങ്ഷണൽ എക്സസൈസ് കാര്യങ്ങളൊക്കെ കൊടുക്കാം. ഇനി ഒരു 8 to 12 വീക്ക് വരെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ ബാലൻസും സ്ട്രെങ്തനിങ് എക്സസൈസും പ്രൊപ്രിയോസെപ്ഷൻ എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കാം. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് ഒരു കമ്മ്യൂണിറ്റി ബേസിസിൽ നിന്ന് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പേഷ്യൻ്റ് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ ആക്കിയെടുക്കാം. അതാണ് ഒരു 8 to 12 വീക്ക് വരെ നമ്മൾ ചെയ്യേണ്ടത്. അങ്ങനെയാണ് മെയിനായിട്ട് നമ്മുടെ ഈ പ്രോട്ടോകോൾ വരുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ സർജറി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തൊക്കെ കോംപ്ലിക്കേഷനാണ് വരാനുള്ളത്, കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളത്. ഒന്നാമതായിട്ട് സ്റ്റിഫ്നെസ്. അത് പേഷ്യൻറ്റ് നമ്മൾ പറഞ്ഞു ഡേ 2 മുതൽ നമ്മൾ കുറച്ചും കൂടി എക്സസൈസ് ചെയ്യുമ്പോൾ പേഷ്യൻറ്റ് എക്സസൈസ് ചെയ്യാൻ സമ്മതിക്കാണ്ടിരിക്കുക അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചെയ്യാണ്ടിരിക്കുന്ന സാഹചര്യത്തിലൊക്കെ പേഷ്യൻറ്റ് നമ്മുടെ ഈ മുട്ടിന് സ്റ്റിഫ് ആവാനുള്ള സാധ്യതയുണ്ട്. അതിൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. ത്രോംബോലൈറ്റിക് ആയിട്ടുള്ള ചേഞ്ചസ്, DVT പോലത്തെ അസുഖങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഫ്രാക്ചർ, നമ്മുടെ ഈ പ്രോസ്റ്റസിസ് നമ്മൾ ഇംപ്ലാന്റ് വെച്ചതിൻ്റെ ഫ്രാക്ചർ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നെർവ് ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. എക്സസ് ആയിട്ടുള്ള ബോൺ ഫോർമേഷൻ വരാൻ സാധ്യതയുണ്ട്. പ്രോപ്പറായിട്ട് കയറെടുക്കാത്ത സിറ്റുവേഷനാണ് ഇതൊക്കെ വരാം. അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് കയറെടുത്തിന് ഈ സിറ്റുവേഷനൊക്കെ ഇതിൽ ഏത് വേണമെങ്കിൽ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ബ്ലീഡിങ് വരാൻ സാധ്യതയുണ്ട്. നമ്മുടെ ഈ റേഞ്ച് ഓഫ് മോഷൻ കാര്യങ്ങളൊക്കെ കുറയാൻ സാധ്യതയുണ്ട്. ഓസ്റ്റിയോപോറോസിസ് പോലത്തെ കണ്ടീഷൻ വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ ഒന്നല്ലെങ്കിൽ നമ്മൾ ഈ പ്രോസ്റ്റസിന് ഫ്രാക്ചർ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഇന്റർകോണ്ടൈൽ ഫ്രാക്ചർ വരാൻ സാധ്യതയുണ്ട്. അതുപോലെ സബ്ലസേഷൻ വരാൻ സാധ്യതയുണ്ട്. പെറ്റലാൽ ഈ ഇൻസ്റ്റെബിലിറ്റി വരാൻ സാധ്യതയുണ്ട്. ഇൻപെയർഡ് ഫംഗ്ഷണൽ ഈ എക്സ്റ്റൻഷൻ മെക്കാനിസത്തിന് ഈ ഇൻപെയർഡ് ഫംഗ്ഷൻ ഓഫ് എക്സ്റ്റൻസാർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റൻഷൻ ലാഗ് പോലത്തെ കാര്യങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പ്രോപ്പറായിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ മുന്നിൽ കണ്ടിട്ട് വേണം നമ്മൾ കറക്റ്റായിട്ട് എക്സസൈസ് ചെയ്യാൻ. അവരിലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ കോംപ്ലിക്കേഷൻ ഏത് വേണമെങ്കിലും വരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഒരു TCAR ചെയ്യുമ്പോൾ, ഈ TCAR സർജറി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഹോപ്പ് യു എൻജോയ് ദ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. താങ്ക് യു.